യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോൻ്റെ നോക്കുന്ന സമയത്ത് മൈക്രോ ആൽബുമിൻ്റെ യൂണിറ്റ് mg/ലിറ്ററിലും ക്രിയാറ്റിൻ്റെ യൂണിറ്റ് mg/dl ആണ് നമുക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ആൽബുമിൻ ഡിവൈഡ് ബൈ ക്രിയാറ്റിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ mg/ലിറ്ററിനെ നമ്മൾ mg/dl കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1/10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്ത ക്രിയാറ്റിൻ ആവുന്ന സമയത്ത് നമ്മൾ mg/dl gram/dl കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ dl സെയിം ആയി കിട്ടും. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/1000 വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/10 ഹോൾ ഡിവൈഡഡ് ബൈ 1/1000. അപ്പം ഇങ്ങനെ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് ഇത് നേരെ റെസിപ്രോക്കലായിട്ട് പോയിട്ട് 1/10 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡ് ബൈ 10. അപ്പോൾ ഇതിൽ 0 കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 മാത്രമാണ് ബാലൻസ് വരിക. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മൈക്രോ ആൽബുമിൻ ഡിവൈഡ് ബൈ ക്രിയാറ്റിൻ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇല്ല ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. മൈക്രോ ആൽബുമിൻ ഇൻറ്റു 1/10 ആദ്യം ചെയ്യുക, പിന്നെ ക്രിയാറ്റിൻ ഇൻറ്റു 1/1000 ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ ഡിവൈഡ് ചെയ്താലും മതി. അങ്ങനെയും ചെയ്യാം. ഇല്ല ഡയറക്റ്റ് മൈക്രോ ആൽബുമിൻ ഡിവൈഡ് ബൈ ക്രിയാറ്റിൻ ഇൻറ്റു 100 എന്ന് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ യൂണിറ്റ് വരുന്ന സമയത്ത് mg/ഗ്രാമിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം.